നമ്മുടെ ലക്ഷ്യങ്ങൾ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും കൈവരിക്കണമെങ്കിൽ ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ട കാര്യം ഹാവ് എ ക്ലിയർ വിഷൻ ഓർ ഗോൾ. നമുക്കൊരു ക്ലിയറായ ഒരു ദർശനം നമുക്കുണ്ടായിരിക്കണം, ക്ലിയറായ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു ലക്ഷ്യവുമില്ലാതെ, നമുക്കൊരു ദർശനവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കൊള്ളട്ടെ, എന്തെങ്കിലുമൊക്കെ നടന്നുകൊള്ളട്ടെ എന്ന് ചിന്തിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദർശനത്തിലും നമ്മുടെ എയിമിലും നമുക്ക് ഒരിക്കലും എത്തുവാൻ സാധ്യമല്ല. അത് അകന്നകന്നു പോകും. അത് അടുത്തടുത്ത് വരണമെങ്കിൽ വ്യക്തമായ ക്ലിയറായ ഒരു ലക്ഷ്യം, ഒരു ദർശനം നമുക്കുണ്ടായിരിക്കണം. ആ ദർശനം, ക്ലിയറായ ഒരു ദർശനം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്ര തടസ്സമുണ്ടായാലും നമുക്ക് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കും. അതാണ് ഇവിടെ സദൃശവാക്യക്കാരൻ പറയുന്നു, ദർശനമില്ലാത്തടുത്ത് എൻ്റെ ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഇപ്പൊ ദർശനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് യാതൊരു ദർശനവും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളും കുറവാണ്. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ ഈ ദർശനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പ്രവചനം 2:2 വാക്യം നമുക്കൊന്ന് വായിക്കാം. നീ ദർശനം എഴുതുക. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളൊരു പുസ്തകത്തിൽ, ഒരു നോട്ട് ബുക്കിൽ കാണത്തക്ക നിലയിൽ എഴുതണം. ഓടിപ്പോകുന്നവന് പോലും വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മള് വലിയ വലിയ അപ്പാർട്ട്മെന്റ് ഒക്കെ പണിയുന്ന സ്ഥലത്തു കൂടി പോകുമ്പോൾ ആദ്യത്തെ കുറെ കാലം അവിടെ വലിയ ബോർഡിൽ മനോഹരമായ നിലയിൽ അതിനൊരു പൂർണ്ണകായ ചിത്രം അവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഇവിടെ പണിയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്ലാനർ ആ ചിത്രം പ്ലാൻ ചെയ്ത് അപ്പാർട്ട്മെന്റിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എല്ലാം എഴുതി, എന്തൊക്കെയാണെന്ന് അദ്ദേഹം അതൊരു ശരിക്കറിയാം. അതിന്റെ ചിത്രമാണ് എല്ലാവർക്കും കാണത്തക്ക നിലയിൽ പരസ്യമായി വെച്ചിരിക്കുന്നത്. അത് പണിയുന്ന ആളും കാണുന്നവരും നിരന്തരമായിട്ട് അത് കാണുകയാണ്, അവർ മനസ്സിൽ കാണുകയാണ്. 100 നിലകളുള്ള അപ്പാർട്ട്മെന്റ്, എല്ലാ സുഖ സൗകര്യങ്ങളുള്ള അപ്പാർട്ട്മെന്റ് അവരുടെ മനസ്സിൽ, അവരുടെ ഭാവനയിൽ, അവരുടെ ചിന്തയിൽ അതിങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് പ്രാവശ്യം അവർ കണ്ടുകൊണ്ടിരുന്നു. ആ ലിഫ്റ്റിലൂടെ ഏറ്റവും മുകളിൽ കയറുന്നതും താഴേക്ക് വരുന്നതും, ആ മുറികളിൽ സഞ്ചരിക്കുന്നതും താമസിക്കുന്നതും കിടക്കുന്നതും, ആ ഇടനാഴികളിൽ കൂടി നടക്കുന്നതും കാറോടിച്ചു പോകുന്നതും എല്ലാം ഇതിന്റെ പ്ലാനറും ഇത് കാണുന്നവരും അവരുടെ ഹൃദയങ്ങളിൽ അത് കണ്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അത് യാഥാർത്ഥ്യമായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകത്തിലുള്ള മനുഷ്യർ ചെയ്യുന്നതിന് കാരണം എന്താണ്? അതിനു മുന്നമേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ ഹബക്കൂക്കിലൂടെ നമ്മുടെ ദർശനങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനുള്ള ഫോർമുല നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവമക്കൾക്കായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മിൽ പല ദൈവദാസന്മാരും ദൈവമക്കളും അത് പ്രായോഗികമാക്കിയപ്പോൾ അവർ വൻ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നേടി. ബഹുഭൂരിപക്ഷം പേരുടെയും കുഴപ്പമെന്നറിയാമോ? ഇങ്ങനെയൊക്കെ വചനങ്ങളുണ്ട്, ഇതൊക്കെ നന്നായിട്ടറിയാം, പക്ഷെ അവർക്ക് ഒരു ദർശനവുമില്ല, ഒരു കാഴ്ചപ്പാടുമില്ല. വെറുതെ പോകുന്നു, വെറുതെ വരുന്നു. ദർശനമില്ലാത്തൊരു ജീവിതം. ലോകജാതികൾ പോലും, രക്ഷിക്കപ്പെടാത്തവർ പോലും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് വൻ കാര്യങ്ങൾ നേടിയെടുത്തപ്പോൾ ദൈവമക്കളിൽ, ദൈവദാസന്മാരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാത്തതിനാൽ അവർ ജീവിതത്തിൽ ഒന്നും നേടാതെ വെറും കയ്യോടെ അവർ പോകേണ്ടി വരുന്നു.
ആ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകരുത്. നമുക്കൊരു ക്ലിയർ ആയ വിഷയം വേണം, ക്ലിയർ ആയൊരു ദർശനം വേണം. എനിക്കത് നേടിയെടുക്കണം. നമ്മുടെ ഭാവനയിൽ, ചിന്തയിൽ നമ്മളത് കാണുകയും അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം, ദർശനം എത്ര വലുതായാലും നമുക്കത് നേടിയെടുക്കുവാനായി കർത്താവ് സഹായിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ദർശനം നമുക്ക് നേടിയെടുക്കുവാൻ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ പകൽക്കാലം ചിന്തിക്കാം. നമ്മുടെ ദർശനം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? എല്ലാ തൊഴിലുകൊണ്ടും ലാഭമേ ഉള്ളൂ. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് ഒരു ബിസിനസ് നടത്തി, ഒരു കട നടത്തി, അല്ല ഒരു ജോലിക്ക് പോയി. അവരോട് നമ്മൾ ചോദിക്കാറ്, സ്നേഹത്തോടെ നമ്മൾ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബിസിനസ്? ഭയങ്കര ബിസിനസ് നടന്നാലും അവർ പറയുന്നത് എന്താണ്? വലിയ വലിയ കച്ചവടമൊന്നും നടന്നില്ല, പക്ഷെ നല്ല കച്ചവടമാണ് അവിടെ നടന്നത്. പറയുന്നത് എന്താണ്? വലിയ വലിയ പുരോഗതിയൊന്നുമില്ല, ഇന്ന് ഭയങ്കര കുറവായിരുന്നു. പ്രിയപ്പെട്ടവരെ, പച്ചക്കള്ളോട് പറയുന്നത് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇത് ദൈവം പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞല്ല. എല്ലാ തൊഴിലുകൊണ്ടും ലാഭമേ ഉള്ളൂ. എന്ത് തൊഴിൽ ചെയ്താലും നമുക്ക് ലാഭം ഉണ്ടാവും. സുവിശേഷ വേല ചെയ്താലും, ലോകപരമായ ഒരു ജോലി ചെയ്താലും, ബിസിനസ് ചെയ്താലും നമുക്ക് ലാഭമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ മുസ്ലിം യുവാക്കളെ കുറിച്ച് ചിന്തിച്ചാൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവരെ അവരുടെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാമോ, നിനക്ക് വലിയ വിദ്യാഭ്യാസം, നിനക്ക് ആവറേജ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും നീ കച്ചവടം നടത്തുക, നീ ബിസിനസ് നടത്തുക. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചില ഷർട്ടുകൾ തേക്കാനായിട്ട് ഞാൻ ഇവിടെയുള്ള തേപ്പ് കട ചെന്നു. അപ്പൊ അവര് പറയാണ്, ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് കൊടുക്കണം, 3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞു, 20 രൂപയോ? 15,000 ഉണ്ടായിരുന്നത്, ഇപ്പൊ 20 രൂപയോ? 3 ദിവസമോ? അപ്പൊ അവര് കാണിക്കുന്ന ഒരു വലിയ മല പോലൊരു കെട്ടാണ്, പാൻറ്റും ഷർട്ടും സാരികളും അവിടെ തേക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു തേപ്പ് കട നടത്തിയാൽ മതി രക്ഷപ്പെടാൻ. ഒരു തേപ്പ് കട, ഒരു നല്ല തേപ്പൊട്ടി വേണ്ടി ഒരു കടയുണ്ടെങ്കിൽ, കട വേണ്ട, ഒരു വണ്ടി മതി, രക്ഷപ്പെടുവാൻ അത് മതി. നമ്മുടെ കയ്യിലുള്ളതിനെക്കാട്ട് പൈസ ഈ തേപ്പ് കടക്കാരുടെ കയ്യിലുണ്ട്. നാരങ്ങ കച്ചവടം നടത്തുന്ന അവന്റെ കയ്യിലുണ്ട്, കപ്പ കച്ചവടം നടത്തുന്ന കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ മുസ്ലിം യുവാക്കൾ ഏറ്റവും കൂടുതൽ ഒരു 75% ഈ വഴിയോര കച്ചവടം നടത്തുന്നവർ ഈ മുസ്ലിംസാ. അവരെ പറഞ്ഞ് പഠിപ്പിക്കുക, നീ ബിസിനസ് ചെയ്യുക, നീ ഒരു 1000 രൂപയുടെ മാങ്ങ വാങ്ങി നീ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോയിട്ട് വിൽക്കുക. വൈകുന്നേരം അവന് കിട്ടുന്നത് ഒരു 3000 രൂപയായിരിക്കും. ഡബിളിന്റെ ഡബിള് ലാഭമാണ്. അവൻ പണക്കാരനാവും. നമ്മുടെ പല പ്രിയപ്പെട്ടവരും പഠിച്ച് 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 വലിയ ഉയരങ്ങളിലെത്തുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, വലിയ ശമ്പളമൊക്കെ അവർക്ക് കിട്ടും. പക്ഷേ ആ ശമ്പളം മുഴുവൻ അവിടെ ചെലവഴിക്കേണ്ടി വരും, ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ വഴിയോര കച്ചവടം നടത്തുന്നവന്റെ കയ്യിൽ പൂത്ത കാശാണ്. ഏത് തൊഴിൽ കൊണ്ടും ലാഭമേ ഉള്ളൂ. ഇപ്പൊ എന്ത് ജോലി ചെയ്താലും ലാഭം കിട്ടും. ഇനി ലാഭമില്ല, നഷ്ടമാണ്, തകർച്ചയാണെന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ആ പറയുന്നത് ഒരു വാസ്തവ വിരുദ്ധമായ കാര്യമാണ്. എന്നാൽ ആ വാക്യത്തിൽ, രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതര ചർവണം കൊണ്ട് ഞെരുക്കമേ വരികയുള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? നല്ല ലാഭം, ഒരു ബിസിനസ് ചെയ്തു, ഒരു ജോലി ചെയ്തു, നമുക്ക് ആവശ്യത്തിനുള്ള ലാഭവും കാര്യങ്ങളൊക്കെ ദൈവം തന്നു. പക്ഷെ ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, വലിയ ലാഭമൊന്നുമില്ല, നഷ്ടത്തിലാണ് കച്ചവടം പോണത്. അതെന്താണ്? അതര ചർവണമാണ്. കാരണം അവന് ലഭിച്ചിരിക്കുന്ന ബിസിനസിന്റെ നന്മയെ അവൻ കുറച്ചു കാട്ടുകയാണ്. അവനത് ചെറുതാക്കി നെഗറ്റീവായി സംസാരിക്കുന്നു. അതര ചർവണം കൊണ്ട് എന്ത് സംഭവിക്കും? അവന് ഞെരുക്കത്തിൽ നിന്നും ഞെരുക്കത്തിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ അധ്വാനിക്കുവാൻ നമ്മൾ തയ്യാറാവണം. കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരാൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും അവർക്ക് ഉന്നതമായ ലെവലിൽ എത്തിച്ചേരുവാനായി സാധിക്കും. ചില ആളുകളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ അധ്വാനിക്കാൻ തയ്യാറാവില്ല. മടിയൻ മല ചുമക്കുമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ പഴഞ്ചൊല്ലു കേട്ടിരിക്കുന്നത്. മടിയൻ മല ചുമക്കും. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടെ നമുക്ക് തരുന്ന ജോലി, ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി അധ്വാനിച്ചാൽ നമുക്കത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ കർത്താവ് സഹായിക്കും. നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ദർശനങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. നമുക്കൊരു വ്യക്തമായ ദർശനം ഉണ്ടാകണം, ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അതുമാത്രം പോരാ, ശരിക്കും പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. നമ്മുടെ കഴിവിൽ നമ്മൾ സ്വയം പ്രശംസിക്കരുത്. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. അവൻ സമയമെടുത്തിരുന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൽ ഒരു ആശ്രയമില്ലാത്തവനാണ് പ്രാർത്ഥിക്കാത്തവൻ. സ്വന്തം കഴിവിലും സ്വന്തം പണത്തിലും സ്വന്തം ശക്തിയിലും ആശ്രയിച്ചു പോകുന്നവൻ അവൻ പ്രാർത്ഥിക്കില്ല. ഞാൻ ഇന്ന് രാവിലെ നടക്കാനായിട്ട് 6 മണിക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ബിപിൻ സാറില്ലേ, അയാൾ ധൃതി പിടിച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കി പോകുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജോലിക്ക് പോവുകയാണോ? അല്ല പാസ്റ്ററെ, ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയാണെന്ന്. വെളുപ്പിന് 6 മണിക്ക് റെഡിയായിട്ട് കുർബാനയ്ക്ക് പോവുകയാണ്, പള്ളി പോവുകയാണ്. ഞാൻ പറയട്ടെ, യേശുവിനെ അറിയാത്ത ഇതര സഭകളിലുള്ളവർക്ക് പോലും പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയാം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഗുണം അവർക്കറിയാം. എന്നാൽ രക്ഷിക്കപ്പെട്ടെന്നും വീണ്ടും ജനനം പ്രാപിച്ചെന്നും സ്ഥാനപ്പെട്ടെന്നും യേശുവിനെ ധരിച്ചെന്നും യേശുവിന്റെ സഭയുടെ ഭാഗമെന്ന് പറയുന്നവർക്ക് ഈ ധാരണയൊന്നുമില്ല. ആർക്കാണ് പ്രാർത്ഥനയെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണ്ടത്? ലോകമനുഷ്യർക്കാണോ, നമുക്കാണോ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ദർശനം, നമ്മുടെ ലക്ഷ്യം അത് കൈപ്പിടിയിൽ ഒതുക്കുവാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ശരിക്കും പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റി. നമ്മൾ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ശക്തി കൊണ്ടൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നും, ഇതെനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, എന്നിട്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ തടസ്സമായാലും, എത്ര അസാധ്യമായ കാര്യമായാലും ദൈവം തമ്പുരാൻ അത് മാറ്റി നമ്മുടെ കയ്യിലേക്ക് തരും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം നമ്മുടെ കയ്യിൽ തരും. നമ്മുടെ കൈവെള്ളയിലില്ലേ, നമ്മൾ കേട്ടോ, ദൈവം നൂലക്കെട്ടി ഇറക്കി തരുമോ എന്നെല്ലാം ഈ കളിയാക്കിക്കൊണ്ട് ആൾക്കാർ പറയും. പ്രിയപ്പെട്ടവരെ, ദൈവം നൂലക്കെട്ടി ഇറക്കി തരും. ഞാനൊരു ഉദാഹരണം പറയാം. ആഗാബ് രാജാവിന്റെ അടുക്ക പോയിട്ട് ഏലിയ പ്രവാചകൻ, ഞാൻ പറഞ്ഞല്ലാതെ ഇനി 3.5 വർഷത്തേക്ക് മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞു. ദൈവം കെരീത്ത് തോടിന്റെ അരികത്ത് പോയിട്ട് ഒളിച്ചിരിക്കാൻ പറഞ്ഞു പ്രവാചകനോട്. രാജ്യം മുഴുവൻ ക്ഷാമമാണ്, ഭക്ഷണമില്ല, വെള്ളമില്ല, അതിഭയങ്കരമായ ക്ഷാമം. അപ്പോൾ പ്രവചിച്ച പ്രവാചകനും ഈ ക്ഷാമം, ഈ പ്രതികൂലം അനുഭവിക്കണ്ടേ? പക്ഷേ നൂലക്കെട്ടി ഇറക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ആ മനുഷ്യൻ കണ്ടു. നമ്മുടെ കയ്യിലുള്ളത് പോലും തട്ടിപ്പറിക്കുന്നതാണ് കാക്ക, അല്ലേ? നമ്മൾ എന്തെങ്കിലും തിന്നുകൊണ്ട് വീട്ടിൽ പോയി നടക്കാൻ ഈ കാക്ക വന്ന് തട്ടിപ്പറിച്ചുകൊണ്ടുപോകും. ആ കാക്കയോട് ദൈവം കൽപ്പിച്ചു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? രാവിലെയും വൈകിട്ടും പ്രവാചകനുള്ള അപ്പവും ഇറച്ചിയും കറക്റ്റ് ടൈമിൽ, കൃത്യം ടൈമിൽ കെരീത്ത് തോട്ടിന്റെ അരികത്ത് ഒളിച്ചിരുന്ന് പാർക്കുന്ന പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ കാക്കയെ കൊണ്ട് ദൈവം ആഹാരം കൊടുപ്പിച്ചു. ദൈവം നൂലിക്കെട്ടി ഇറക്കി തരില്ലേ? നമ്മുടെ കൈക്കുമ്പിടി കൊണ്ട് ദൈവം തരും.
അതിനെന്ത് ചെയ്യണം? അത് സംഭവിക്കണമെങ്കിൽ, അത് നേടിയെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ വേറൊന്നും ചെയ്യണ്ട. കർത്താവിൽ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചങ്ങ് പോയാൽ മതി. ബാക്കി കാര്യം ദൈവം ചെയ്തോളും, ബാക്കി കാര്യം ദൈവം ചെയ്തോളുന്നേ.